ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ശനിയാഴ്ചക്കലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നാണിപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പതിവ് പോലെ കാലത്ത് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു, കണ്ണനൊക്കെ വിളക്ക് കത്തിച്ചു. പിന്നെ നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഇന്ന് വിളക്കൊക്കെ കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ എണ്ണയും തിരിയൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടും അമ്പലം തമ്മിൽ ഇത്രേ വ്യത്യാസമുള്ളൂ. നമ്മുടെ തറവാട്ട് അമ്പലം കൂടിയാണ്. കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലൊക്കെ വന്നിട്ട്. പിന്നെ നമുക്ക് എപ്പോഴും അമ്പലത്തിലേക്ക് പോകണമെന്നില്ല. നമ്മുടെ ഉമ്മർത്തിരുന്നാൽ തന്നെ ഭഗവതിനെ നേരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ അല്ലേ. നമ്മൾ എപ്പോഴും പോകണില്ല എന്നുണ്ടെങ്കിലും അവരെ മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നതും നമ്മൾ യാത്ര പോകുമ്പോഴും എല്ലാം അവിടെ പറഞ്ഞിട്ട് തന്നെ പോവാറ്. അങ്ങനെ ഇതാ അമ്പലത്തിൽ പോയി തൊഴലും എല്ലാം കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല കേട്ടോ. മോളും മോനും ഒന്നും എഴുന്നേറ്റിട്ടില്ല. ഞാനിതുപോലെ വാതിൽ ചാരിയിട്ട് അങ്ങ് തൊഴാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അച്ചുട്ടിയുടെ റൂമിലേക്ക് വന്നപ്പോഴേ അച്ഛൻ ഭയങ്കര ഉറക്കത്തിലായിരുന്നേ. പിന്നെന്താ, ഞാനിതുപോലെ എനിക്കൊരു കോഫിയൊക്കെ ഉണ്ടാക്കി പിന്നെ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നെന്തായാലും ക്ലാസ് ഇല്ലാത്ത കാരണം കൊണ്ടേ രണ്ടാളും നല്ല ലേറ്റായിട്ടാവും എഴുന്നേൽക്കുക. മിക്കവാറും 12 മണിയൊക്കെ ആവും. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചോറിനാനും സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അരിപ്പൊടിയുടെ കടിയൊന്നും ഉണ്ടാക്കണ്ട, തൽക്കാലം അവർ ക്രീം ബണ്ണ് കഴിക്കട്ടെ, ഞാൻ പിന്നെ ഇതുമാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മുടെ സാൻഡ്വിച്ച് തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ് കേട്ടോ. രസമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ട്രെയിനർ പറഞ്ഞു തന്നതായിരുന്നു കേട്ടോ, വീറ്റിൻ്റെ ബ്രെഡ് കഴിച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ അതുപോലെയൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിട്ട് അവിടെ ഇരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇന്നാൾ വാങ്ങിച്ച ചെമ്മീൻ ഉണ്ടായിരുന്നല്ലോ, കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് ഇന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം എന്നൊക്കെ കരുതി അതിനുള്ള സവോളയും സംഭവങ്ങളും ഒക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസം മുന്നേ പാലട പായസം കുടിക്കാൻ പോതിയാവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാലട പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും മധുരമുള്ള ഒന്ന് കഴിക്കാൻ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മേക്കപ്പിനൊരു കുറവില്ല കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ പോയി കണ്ടപ്പോഴേ ഒന്നും കൂടെ ഒന്ന് ചോപ്പിച്ചെടുത്തിട്ടുണ്ട്. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ പറയുക. ആരാണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. പൊതുവേ എല്ലാവരും പറയുമ്പോൾ ഞാൻ അതുപോലെ അങ്ങ് പറയുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. ഈ കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു കാര്യമുണ്ട്, നമുക്ക് അരി വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഒക്കെ ഒന്ന് കറക്റ്റ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ കുക്കർ ബിരിയാണി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന രീതിയൊന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെന്താ, അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കുതിർത്ത് മാറ്റി വെച്ച അരി ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് റൈസിനനുസരിച്ച വെള്ളം നമ്മൾ അളന്നിട്ടാണല്ലോ എടുക്കുക. അത് തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളം നമ്മൾ ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരൊറ്റ വിസിൽ മതി, അതിൽ ഓഫാക്കി ഇടണം. കുക്കറിൻ്റെ തീ ഓഫാക്കിയിട്ടേ നമ്മൾ പ്രഷർ പോകാനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തേക്കരുത്. അതിൻ്റെ പ്രഷർ ഇതുപോലെ മൂടി തുറന്നിട്ട് അങ്ങ് കളയുക. അപ്പോൾ ഒരു 80% അതിൻ്റെ വേവ് വന്നിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ഈ മസാലയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ നന്നായി മൂടി വെച്ചതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് കുക്കർ ബിരിയാണി നമ്മുടെ കറക്റ്റ് പരുവത്തിൽ കിട്ടത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ വലിയൊരു കാര്യമാണോ എന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷേ അറിയാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അതെനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. എന്തായാലും ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബിരിയാണി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയപ്പോഴേ കുക്കറിൻ്റെ അടിയിൽ കുറച്ച് മസാല ഇരിപ്പുണ്ടായിരുന്നേ. അത് ഞാൻ ഇതുപോലെ ഒന്ന് തുടച്ച് കഴിച്ചതാണ് കേട്ടോ. ചില കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ആ പാത്രത്തിലിട്ട് തന്നെ കഴിക്കാൻ ഒരു പൂതി തോന്നൂലേ. പിന്നെ നമ്മൾ പാലട നേരത്തെ കുറച്ച് ഉണ്ടായിരുന്നത് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചവ്വരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതും കൂടിയിട്ട് വേവിച്ചെടുത്തു. പിന്നെ പാലൊഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ഇതുപോലെ കുറുക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നന്നായി തണുത്തപ്പോൾ ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ശരിക്കൊരു ഫ്രൂട്ട് സലാഡിൻ്റെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു നേന്ത്രപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ കുറച്ച് നട്ട്സൊക്കെ അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് 3 ഗ്ലാസ്സിലേക്ക് ഉള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മധുരം കഴിക്കുമ്പോൾ രസമല്ലേ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെന്താ, ഒരു 1:30 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ടേബിളിൽ എത്തിയിട്ടുണ്ട്. പിള്ളേർ പറഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റാണ് എന്ന് അത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്